ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നെന്ന് ഡൽഹി ബ്യൂറോ പറയുന്നു. ദൃശ്യപരിധി കുറഞ്ഞത് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചുവെന്നും വിവരം. വായു ഗുണനിലവാര സൂചിക 466 മുകളിലാണ്. ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു വീഡിയോ ഇന്നലെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും അങ്ങനെ വിമർശിക്കാൻ താല്പര്യം കാണിക്കാത്ത നമ്മുടെ അർണ ഗോസ്വാമി, നമ്മുടെ സുഹൃത്ത് ഗോസ്വാമി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഈ ഡൽഹിയിലെ ഈ സംഭവം സംബന്ധിച്ച്. അതൊരു ചെറിയ അനുഭവമാണ്. കാരണം അദ്ദേഹം പറയുന്നത് പലതും അക്ഷരം പ്രതി ശരിയാണെന്ന് നമ്മളെ ഓർമ്മിച്ചു പോയി. അർണ ഗോസ്വാമി മനസ്സ് തുറക്കുന്നു. ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ എന്നറിയില്ല. ഇപ്പോഴെന്താണ് ഡൽഹിയിലെ യഥാർത്ഥ അവസ്ഥ? തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വായു മലിനീകരണം അതിരൂക്ഷമായി മാറുകയാണ്. ഈ ചില വിദ്യാർത്ഥികളൊക്കെ ഇതിനെതിരെ ഒരു കത്തൊക്കെ ആദ്യഘട്ടത്തിൽ നൽകിക്കൊണ്ട് അവർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ അത് ആ കത്തിലൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ഒരു ബാല്യകാലം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങി കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പ്രായമായവർക്കും സ്ഥിതി ഇത് തന്നെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പാർക്കുകളിലൊക്കെ പ്രായമായവർ പോവുകയും അവരുടെ ഒരു ഒത്തുകൂടലിനുള്ള കേന്ദ്രങ്ങളൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങൾ. പക്ഷേ നിലവിലെ സ്ഥിതി അനുസരിച്ച് ആളുകൾക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രതിദിനം ഈ ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇങ്ങനെ ആളുകളുടെ ഒരു എണ്ണം ആശുപത്രിയിലേക്കൊക്കെ എത്തുന്ന ഈ അലർജി ഒക്കെ എത്തുന്ന ആളുകളുടെ ഒരു എണ്ണത്തിലൊക്കെ വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് ചില കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഡൽഹിയിലെ NCR മേഖലകളിലേക്കടക്കം വായു ഗുണനിലവാര സൂചിക 400 മുകളിലേക്ക് എത്തിയിരിക്കുന്നു, 466 എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ വായു ഗുണനിലവാര സൂചിക 600 പോയൊരു ഘട്ടമുണ്ട്. ഇന്നിതാ അത് 466 എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നേരിയ ആശ്വാസം നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ആശ്വാസമുണ്ട് എന്ന് പറയാം. പക്ഷെ എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്ന് ഇതിപ്പോൾ മൂടൽമഞ്ഞിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പല മേഖലകളിലും അതിരൂക്ഷമായിട്ടുള്ള മൂടൽമഞ്ഞ് അനുഭവപ്പെടുകയാണ്. ഡൽഹി വിമാനത്താവളം യാത്രക്കാർക്ക് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുലർച്ചെ 4 മണി മുതൽ വിമാന സർവീസുകളെ ഈ മൂടൽമഞ്ഞ് ശക്തമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ട്രെയിൻ, വ്യോമ ഗതാഗതങ്ങളെ ഒക്കെ തന്നെ ഈ അതിശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് ബാധിക്കാൻ ഇടയുണ്ട്. ഇന്നലെ മാത്രം 500 വിമാന സർവീസുകളാണ് ശക്തമായ മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.